ഹായ് ആൾ, വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. ഞാൻ നിയാസ്. അപ്പോൾ കഴിഞ്ഞ നമ്മളെ വീഡിയോയിൽ നമ്മൾ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ MMVയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും കൂടി നമുക്ക് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാം. സോ ഓരോ ക്വസ്റ്റ്യൻസും അതേതോ ഓപ്ഷൻസ് അതുമായി ബന്ധപ്പെട്ട് ഏത് ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. സോ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ഇലക്ട്രോലൈറ്റ് യൂസ്ഡ് ഇൻ ദ ലെഡ് ആസിഡ് സ്റ്റോറേജ് ബാറ്ററീസ് ഈസ് എ സൊല്യൂഷൻ ഓഫ് ഓപ്ഷൻ എ ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഓപ്ഷൻ ബി ഫോസ്ഫോറിക് ആസിഡ്, ഓപ്ഷൻ സി സൾഫ്യൂരിക് ആസിഡ്, ഓപ്ഷൻ ഡി ബോറിക് ആസിഡ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഇലക്ട്രോലൈറ്റ് യൂസ്ഡ് ഇൻ ലെഡ് ആസിഡ് സ്റ്റോറേജ് ബാറ്ററീസ്, നമ്മളെ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ലെഡ് ആസിഡ് ബാറ്ററി അല്ലെ, വാഹനത്തിന്റെ മെയിൻ ആയിട്ടുള്ള ബാറ്ററി പവർ സോഴ്സ് എന്ന് പറയുന്നത് ബാറ്ററിയാണ്. അതിൽ ലെഡ് ആസിഡ് ബാറ്ററിയിൽ നമുക്കറിയാം അതിൽ പോസിറ്റീവ് പ്ലേറ്റ് ഉണ്ട്, നെഗറ്റീവ് പ്ലേറ്റ് ഉണ്ട്, അതിലൊരു ഇലക്ട്രോലൈറ്റ് ഉണ്ട്. സോ അതിലെന്താ വെച്ചിട്ടുള്ളത്, ബാറ്ററീസിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റിൽ ഉപയോഗിക്കുന്ന സൊല്യൂഷൻ ഏതാണ്, ഏത് ആസിഡ് ആണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. ലെഡ് ആസിഡ്, അപ്പോൾ അവിടെ ഒരു ഘടകം എന്ന് പറയുന്നത് ലെഡ് ആണ്. നമുക്കറിയാം നമ്മൾ സ്പോഞ്ച് ലെഡ് പെറോക്സൈഡ്, ലെഡ് ഓക്സൈഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ട്. സോ അതേപോലെ തന്നെ ആസിഡ് എന്ന് പറയുന്ന സമയത്ത് അവിടെ ഏത് ആസിഡാണ് അത് ഉപയോഗിക്കുന്നത് എന്നാണ് നമുക്ക് അറിയേണ്ടത്. ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണോ, ഫോസ്ഫോറിക് ആസിഡ് ആണോ, സൾഫ്യൂരിക് ആസിഡ് ആണോ, ബോറിക് ആസിഡ് ആണോ? ഇതാണ് ഓപ്ഷൻ വരുന്നത്. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ്. എന്ത് വരുന്നത്? സൾഫ്യൂരിക് ആസിഡ് അല്ലെ, നേർപ്പിച്ച ഡയലൂട്ട് ചെയ്തിട്ടുള്ള സൾഫ്യൂരിക് ആസിഡ് ആണ് നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which test is used to determine whether the battery plates are defective or not? Which test is used to determine whether the battery plates are defective or not? നമ്മൾ ബാറ്ററിയുടെ ടെസ്റ്റ് നടത്താറുണ്ട് അല്ലെ, ബാറ്ററി സ്പെസിഫിക് ഗ്രാവിറ്റി ടെസ്റ്റ്, അതേപോലെ തന്നെ മറ്റൊരു ടെസ്റ്റ് കൂടി നമ്മൾ നടത്താറുണ്ട്. പറയാതെ പേര് പറഞ്ഞാൽ ആൻസർ ആവും, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. സോ ഇതിൽ ഏതാണ് നമ്മളുടെ ബാറ്ററിയുടെ പ്ലേറ്റുകൾ ഡിഫക്റ്റീവ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നടത്തുന്ന ടെസ്റ്റ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. സ്പെസിഫിക് ഗ്രാവിറ്റി ടെസ്റ്റ് എന്താണ്? നമ്മുടെ ഇലക്ട്രോലൈറ്റിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ബാറ്ററി എത്രത്തോളം കണ്ടീഷണലി ഓക്കെ ആണ് എന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സ്പെസിഫിക് ഗ്രാവിറ്റി ടെസ്റ്റ് നടത്തുന്നത്. സോ ഇതിലെന്താ വെച്ചിട്ടുള്ളത്, ബാറ്ററി പ്ലേറ്റ്സ് ഡിഫക്റ്റീവ് ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നടത്തുന്ന ടെസ്റ്റ് ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ സ്പെസിഫിക് ഗ്രാവിറ്റി ടെസ്റ്റ്, ഓപ്ഷൻ ബി ഓപ്പൺ വോൾട്ട് ടെസ്റ്റ്, ഓപ്ഷൻ സി ഹൈ ഡിസ്ചാർജ് ടെസ്റ്റ്, ഓപ്ഷൻ ഡി എന്താണ്, കാഡ്മിയം ടെസ്റ്റ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് അല്ലെ, കാഡ്മിയം ടെസ്റ്റ് ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് പ്രൊവൈഡഡ് ടു ചാർജ് ദ ബാറ്ററി കോൺസ്റ്റന്റ്ലി? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് പ്രൊവൈഡഡ് ടു ചാർജ് ദി ബാറ്ററി കോൺസ്റ്റന്റ്ലി? ഓപ്ഷൻ എ ഇഗ്നിഷൻ കോയിൽ, ഓപ്ഷൻ ബി ജനറേറ്റർ, ഓപ്ഷൻ സി ഫ്യൂസ് ബോക്സ്, ഓപ്ഷൻ ഡി ECU. എന്താണ് വെച്ചിട്ടുള്ളത്? ബാറ്ററി കോൺസ്റ്റന്റ് ആയിട്ട് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഘടകം അല്ലെങ്കിൽ കമ്പോണന്റ് ഏതാണ് എന്നുള്ളതാണ് അല്ലെ. ഇഗ്നിഷൻ കോയിൽ ആണോ, ജനറേറ്റർ ആണോ, ഫ്യൂസ് ബോക്സ് ആണോ, ECU ആണോ? അപ്പോൾ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ഇതിൽ ആൻസേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഓപ്ഷൻ ബി ജനറേറ്റർ ആണ് ആൻസർ എന്ന് പറയാം അല്ലെ. അപ്പോൾ നമ്മളിപ്പോൾ ബാറ്ററി ചാർജ് ചെയ്യുന്ന സാധനം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ജനറേറ്റർ ആയിട്ട്, നമ്മളെ ജനറേറ്റർ എന്ന് പറയുന്നത് ആ വർക്ക് ചെയ്യുന്ന ആ ഒരു കൺസെപ്റ്റ് ആണ്. അതിന് നമ്മൾ വാഹനങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഏതാണ്? ആൾട്ടർനേറ്റർ ആണ് അല്ലെ. ആൾട്ടർനേറ്റർ ആണ് ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ആൾട്ടർനേറ്റർ എന്നുള്ള ആൻസർ ആണെങ്കിലും ആൻസർ ശരിയായിരിക്കും. ആദ്യ കാലങ്ങളിൽ നമ്മൾ ഡൈനാമോ ഒക്കെ ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്, ഇപ്പോൾ ആൾട്ടർനേറ്റർ ആണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. എ സ്റ്റാർട്ടർ സോളിനോയിഡ് കൺസിസ്റ്റ് ഓഫ് 2 coils. These are called push in and pull out, push in and hold out, pull in and hold in, pull in and push out. സ്റ്റാർട്ടർ സോളിനോയിഡിൽ 2 കോയിൽസ് ഉണ്ടാവും അല്ലെ. സ്റ്റാർട്ടറിന്റെ സോളിനോയിഡിൽ 2 കോയിൽസ് ഉണ്ടാവും. അല്ല ആ കോയിൽസിനെ പറയുന്ന പേര് അല്ലെങ്കിൽ ആ കോയിൽസ് എന്താണ് ചെയ്യുന്നത് അല്ലെ. ഏതാണ് ആൻസർ വരിക? പുൾ ഇൻ ആൻഡ് ഹോൾഡ് ഇൻ അല്ലെ. ഓപ്ഷൻ സി ആയിരിക്കും അതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ആൻ ആൾട്ടർനേറ്റർ ദ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ഓപ്ഷൻ എ റോട്ടർ, ഓപ്ഷൻ ബി സ്റ്റേറ്റർ, ഓപ്ഷൻ സി ഫ്രെയിം, ഓപ്ഷൻ ഡി റെഗുലേറ്റർ. എന്താണ് വെച്ചിട്ടുള്ളത്? ആൾട്ടർനേറ്ററിൽ മാഗ്നറ്റിക് ഫീൽഡ് എവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെ. ആൾട്ടർനേറ്ററിൽ നമുക്ക് ഡൈനാമോയിൽ മാഗ്നറ്റിക് ഫീൽഡ് എവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ആൾട്ടർനേറ്ററിൽ മാഗ്നറ്റിക് ഫീൽഡ് എവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളത് അല്ലെ. അത് റൊട്ടേറ്റ് ചെയ്യുന്ന ഭാഗം ഏതാണ്, സ്റ്റേഷനറി ആയി നിൽക്കുന്ന ഭാഗം ഏതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഇലക്ട്രിക്കൽ കമ്പോണൻസിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കേണ്ടത്. സോ റോട്ടർ ഉണ്ട്, സ്റ്റേറ്റർ ഉണ്ട്, ഫ്രെയിം ഉണ്ട്, റെഗുലേറ്റർ ഉണ്ട്. ആൻസർ ഏതാ വരിക? റോട്ടർ അല്ലെ. ആൾട്ടർനേറ്ററിന്റെ ഉള്ളിൽ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെയായിരിക്കും? റോട്ടറിലായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം.
വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ക്യാൻ ബി യൂസ്ഡ് ടു കൺവേർട്ട് AC ടു DC? AC കറണ്ട് DC കറണ്ട് ആക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ക്യാൻ ബി യൂസ്ഡ് ടു കൺവേർട്ട് AC DC ആക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്? റെക്ടിഫയർ ഉണ്ട്, ഓപ്ഷൻ എ. ഓപ്ഷൻ ബി ഇൻഡക്ഷൻ കോയിൽ, ഓപ്ഷൻ സി കണ്ടൻസർ, ഓപ്ഷൻ ഡി ബ്രഷസ്. ഏതാണ് ആൻസർ വരിക? AC DC ആക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണം അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന കമ്പോണന്റ് ഏതാണ് എന്നുള്ളതാണ് അല്ലെ. ഓപ്ഷൻ എ റെക്ടിഫയർ ആണ് അല്ലെ. റെക്ടിഫയർ AC DC ഒരു ഭാഗത്തോട്ട് മാത്രം കടത്തി വിടുന്ന അല്ലെ റെക്ടിഫയർ ആണ് നമ്മൾ AC DC ആക്കി കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കമ്പോണന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. In a starter motor, the field windings are wound around. In a starter motor, the field windings are wound around. Option A, armature. Option B, commutator. Option C, brush. Option D, pole shoes. എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഒരു സ്റ്റാർട്ടർ മോട്ടറിൽ ഫീൽഡ് വൈൻഡിങ്സ് ആർ വൗണ്ട്. എവിടെയാണ് അത് വൗണ്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്, ചുറ്റി വെച്ചിട്ടുള്ളത് അല്ലേ? ഓപ്ഷൻ ഡി പോൾ ഷൂസ് അല്ലേ. ഓപ്ഷൻ ഡി പോൾ ഷൂസ് ആണ് കറക്റ്റ് ആയിട്ട് ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഈ ഭാഗങ്ങളൊക്കെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാൻ പറ്റും. ഇലക്ട്രിക്കൽ ഭാഗത്ത് നിന്ന് അല്ലെ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ കമ്പോണൻസ് ഉണ്ടായിരിക്കും നമ്മുടെ വാഹനത്തിൽ. ആൾട്ടർനേറ്റർ, ജനറേറ്റർ, ഇഗ്നീഷൻ കോയിൽ, ആ ഭാഗങ്ങളുമായിട്ട് ഇഗ്നീഷൻ സിസ്റ്റം, ആ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദെൻ ഇൻ എനി ഷോർട്ട് സർക്യൂട്ട് ഇൻ എ ആർമേച്ചർ വൈൻഡിങ് മേ ബി ടെസ്റ്റഡ് വിത്ത് എ വോൾട്ട് മീറ്റർ, ഗ്രൗളർ, മൾട്ടിമീറ്റർ, നൺ ഓഫ് ദി അബോവ്. ഏതാണ് വെച്ചിട്ടുള്ളത്? ഒരു നമ്മളുടെ ആർമേച്ചർ വൈൻഡിങ്സിൽ എന്തെങ്കിലും ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് അല്ലെ. എന്തുകൊണ്ടാണ് ടെസ്റ്റ് ചെയ്യുക? ഗ്രൗളർ ആണ് അല്ലെ. ഗ്രൗളർ ടെസ്റ്റർ എന്നുള്ള ടെസ്റ്റർ ഉണ്ട്. ഗ്രൗളർ ടെസ്റ്ററിൽ വെച്ചിട്ടാണ് നമ്മൾ ആർമേച്ചർ അതിനുള്ളിൽ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് ചെക്ക് ചെയ്യുന്നത് അല്ലെ. അപ്പോൾ ഓപ്ഷൻ ബി ഗ്രൗളർ ആണ് അതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത്. ദെൻ നെക്സ്റ്റ്, ഫോർ എയിമിംഗ് ദി ഹെഡ്ലൈറ്റ്സ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഹെഡ്ലൈറ്റ് ആൻഡ് സ്ക്രീൻ ഷുഡ് ബി. എന്താണ് ഫോർ എയിമിംഗ് ദി ഹെഡ്ലൈറ്റ് എയിമിംഗ് അല്ലെ. ഹെഡ്ലൈറ്റ് എയിമിംഗ് എന്താ? ഹെഡ്ലൈറ്റ് എയിമിംഗ് എന്ന് പറയുന്നത് നമ്മുടെ വാഹനത്തിന്റെ ഹെഡ്ലൈറ്റ് കൃത്യമായിട്ട് നമുക്ക് വേണ്ട സ്ഥലത്തോട്ട് തന്നെയാണോ അത് പതിക്കുന്നതിലെ ആ പ്രകാശം പതിക്കുന്നത് നോക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഹെഡ്ലൈറ്റ് എയിം ചെയ്യാൻ പറ്റും. ഒരു ഇത്ര ഡിസ്റ്റൻസിൽ വാഹനം നിർത്തിയിട്ട് നമ്മൾ ഹെഡ്ലൈറ്റിനെ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് എയിം ചെയ്യും. ഡിമ്മും ബ്രൈറ്റും ഒക്കെ ചെക്ക് ചെയ്യും. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഹെഡ്ലൈറ്റ് ആൻഡ് സ്ക്രീൻ, നമ്മൾ എത്ര വിട്ടാണ് നമ്മുടെ വാഹനം ആ സ്ക്രീനിൽ നിന്ന് നിർത്തേണ്ടത്? 1.6 മീറ്റർ, 4.6 മീറ്റർ, 7.6 മീറ്റർ, 10.6 മീറ്റർ. ഏതാണ് കറക്റ്റ് ആൻസർ വരിക? ഓപ്ഷൻ സി 7.6 മീറ്റർ ആയിരിക്കും ആൻസർ. അതായത് നമ്മളുടെ സ്ക്രീന് നമ്മളൊരു വൈറ്റ് ചുമരിലോട്ടാണ് വെക്കുന്നതെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ നിന്നും വാഹനം നിർത്തേണ്ടത് അല്ലെ, വാഹനത്തിന്റെ ഹെഡ്ലൈറ്റ് ഇവിടെ പ്രകാശിപ്പിക്കുന്ന ഹെഡ്ലൈറ്റ് നിർത്തേണ്ട പൊസിഷൻ എന്ന് പറയുന്നത് ആ ഹെഡ്ലൈറ്റും ഈ സ്ക്രീനും തമ്മിൽ എത്ര വേണം? 7.6 മീറ്റേഴ്സ് ഹെഡ്ലൈറ്റും സ്ക്രീനും തമ്മിൽ ആണ് വിട്ടാണ് നിർത്തേണ്ടത്. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഹെഡ്ലൈറ്റ് എയിം ചെയ്യേണ്ടത്, അതിലോട്ട് എയിം ചെയ്യേണ്ടത്. ഓക്കെ ആണല്ലോ, കറക്റ്റ് ആണല്ലോ. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. The lamps are protected from overloading by. The lamps are protected from overloading by fuse, switch, capacitor, harness. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മളെ ഒരു ബൾബുകൾ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന ബൾബുകളൊക്കെ ഓവർലോഡ് ചെയ്യുന്ന പ്രൊട്ടക്ട് ചെയ്യുന്ന ആരാണ്? നമ്മൾ ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാ സംഭവങ്ങളും എല്ലാ ഘടകങ്ങളും അല്ലെങ്കിൽ എല്ലാ കമ്പോണൻസും ഓവർലോഡ് ആകുന്ന സമയത്ത് അവിടെ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ആരായിരിക്കും? ഫ്യൂസ് ആയിരിക്കും അല്ലെ. നമ്മളെ ഇലക്ട്രിക്കൽ ഹൗസ് ഹോൾഡ് എക്യുപ്മെന്റ്സ് ആണെന്നുണ്ടെങ്കിലും മറ്റു ഉപകരണങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും ഓവർലോഡ് വരുന്ന സമയത്ത് അത് കത്തിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പുറത്ത് എന്ത് ചെയ്യുന്നു? അതിന്റെ ഫ്യൂസ് കൊടുത്തിട്ടുണ്ടായിരിക്കും. സോ ഫ്യൂസ് ആയിരിക്കും ആദ്യം മെൽട്ടായി പോവുക. നമ്മളെ അതിൽ നിന്ന് ആ കമ്പോണന്റ് കംപ്ലൈന്റ് ആകാതെ രക്ഷപ്പെടുത്തുന്ന ആരായിരിക്കും? ഈ ഫ്യൂസ് ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യന്, ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ പിസ്റ്റൺ ഇൻ എ മൂവിംഗ് ഫ്രം ടോപ്പ് ഡെഡ് സെന്റർ ടു ബോട്ടം ഡെഡ് സെന്റർ ഈസ് കോൾഡ്. നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത് ഇലക്ട്രിക്കൽ സിസ്റ്റവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലെ. ഇപ്പൊ നമ്മൾ IC എഞ്ചിനിലോട്ട് വന്നു. IC എഞ്ചിനിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. IC എഞ്ചിനിൽ എന്തൊക്കെയാണ് ഉള്ളത് അല്ലെ, IC എഞ്ചിനുമായി ബന്ധപ്പെട്ടത്. ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ പിസ്റ്റൺ ഇൻ മൂവിംഗ് ഫ്രം ടോപ്പ് ഡെഡ് സെന്റർ ടു ബോട്ടം ഡെഡ് സെന്റർ ഈസ് കോൾഡ്. ഓപ്ഷൻ എ സ്ട്രോക്ക്, ഓപ്ഷൻ ബി ബോർ, ഓപ്ഷൻ സി എഞ്ചിൻ കപ്പാസിറ്റി, ഓപ്ഷൻ ഡി എഞ്ചിൻ ടോർക്ക്. നമ്മളൊരു IC എഞ്ചിൻ പഠിക്കാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് പഠിക്കുന്ന ഒരു ഭാഗമാണിത് അല്ലെ. എന്താണ്? എഞ്ചിൻ ടെർമിനോളജി. എഞ്ചിന്റെ ടെർമിനോളജി, ബേസിക് ആയിട്ടുള്ള എഞ്ചിൻസിന്റെ ടെർമിനോളജിയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് പഠിക്കുക. എന്താണ് TDC, എന്താണ് BDC, ബോർ എന്താണ്, സ്ട്രോക്ക് എന്താണ്,
ക്ലിയറൻസ് വോളിയം എന്താണ്, സ്വെപ്റ്റ് വോളിയം എന്താണ്, ടോട്ടൽ വോളിയം എന്താണ്, അല്ലെ? അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് പറയുക ബേസിക് ആയിട്ട് പഠിക്കുക. അപ്പൊ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ പിസ്റ്റൺ ഫ്രം ടോപ്പ് ഡെഡ് സെന്റർ ടു ബോട്ടം ഡെഡ് സെന്റർ, TDCയിൽ നിന്നും BDCയിലേക്ക് പിസ്റ്റൺ ട്രാവൽ ചെയ്യുന്ന ഈ ഡിസ്റ്റൻസിന് പറയുന്ന പേരെന്താണ് എന്നാണ് ചോദിക്കുന്നത് അല്ലെ? ഓപ്ഷൻ എ. കണ്ണും ചിമ്പിയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ മാർക്ക് ചെയ്യാൻ പറ്റും. ഓപ്ഷൻ എ സ്ട്രോക്ക് ആണ് കറക്റ്റ് ആൻസർ. ഡയമീറ്റർ വരുന്ന സമയത്ത് ബോർ വരുന്നു അല്ലെ, എഞ്ചിൻ കപ്പാസിറ്റി, അതിന്റെ മൊത്തം വോളിയം കാര്യങ്ങളും, എഞ്ചിന്റെ ടോർക്ക്, ഓപ്ഷൻസ് വരുന്നു. സ്ട്രോക്ക് ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോവാം. The efficiency of an auto cycle is increased by increasing. Efficiency of auto cycle is increased by increasing temperature ratio, pressure ratio, compression ratio, none of the above. നമുക്കൊരു ഓട്ടോ സൈക്കിൾ എഞ്ചിൻസിന്റെ, ഓട്ടോ സൈക്കിൾ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റുന്ന എന്താ, ഓട്ടോ സൈക്കിൾ പെട്രോൾ എഞ്ചിൻസ്. ഒരു പെട്രോൾ എഞ്ചിന്റെ ഒക്കെ എഫിഷ്യൻസി നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും ബൈ ഇൻക്രീസിങ്. ആര് ഇൻക്രീസ് ചെയ്യിപ്പിക്കണം? ഇഗ്നീഷൻ ടെമ്പറേച്ചറിനെയാണോ, പ്രഷർ റേഷ്യോനാണോ, കംപ്രഷൻ റേഷ്യോനാണോ, അതേപോലെ തന്നെ നൺ ഓഫ് ദി അബോവ്. ഇതിൽ ആര് ഇൻക്രീസ് ആയാലാണ് നമ്മളുടെ എഞ്ചിന്റെ എഫിഷ്യൻസി, ഓട്ടോ സൈക്കിളിന്റെ എഫിഷ്യൻസി ഇൻക്രീസ് ആകുക? ആര് ഇൻക്രീസ് ആയതാണ്? കംപ്രഷൻ റേഷ്യോ അല്ലെ. നമ്മൾ ആ എഞ്ചിന്റെ കംപ്രഷൻ റേഷ്യോ ഇൻക്രീസ് ആയി കഴിഞ്ഞാൽ നമുക്ക് എഫിഷ്യൻസിയും അവിടെ ഇൻക്രീസ് ആവും. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഫോർ ദി കണ്ടീഷൻ for maximum pressure and heat supplied, for the condition for maximum pressure and heat supplied, maximum pressure കിട്ടാനും അതേപോലെ maximum heat supply ചെയ്യുന്ന സമയത്ത് maximum pressure കിട്ടാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് താഴെ പറയുന്നതിൽ ഏതാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് എ പറഞ്ഞ ഓട്ടോ സൈക്കിൾ ഈസ് മോർ എഫിഷ്യന്റ് ദാൻ ഡീസൽ സൈക്കിൾ ഈസ് മോർ എഫിഷ്യന്റ് ദാൻ ഓട്ടോ സൈക്കിൾ, dual cycle is more efficient than auto and diesel cycle, dual cycle is less efficient than auto and diesel cycle. അത് മാക്സിമം പ്രഷറും മാക്സിമം ഹീറ്റ് സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ താഴെ പറയുന്നവർ ഏത് കണ്ടീഷനാണ് സാറ്റിസ്ഫൈ ചെയ്യുക? മാക്സിമം പ്രഷറും മാക്സിമം ഹീറ്റും സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഏതായിരിക്കും? ഓട്ടോ സൈക്കിൾ ആയിരിക്കുമോ ഡീസൽ സൈക്കിളിനേക്കാളും മോർ എഫക്റ്റീവ്, മോർ എഫിഷ്യന്റ്? ഡീസൽ സൈക്കിൾ ആയിരിക്കുമോ ഓട്ടോ സൈക്കിളിനേക്കാളും മോർ എഫിഷ്യന്റ്? അതോ ഡുവൽ സൈക്കിൾ ആയിരിക്കോ ഓട്ടോ സൈക്കിളിനേക്കാളും DSL സൈക്കിളിനേക്കാളും കൂടുതൽ എഫിഷ്യന്റ്? ഡുവൽ സൈക്കിൾ ആയിരിക്കോ, ഡുവൽ സൈക്കിൾ ഈസ് ലെസ് എഫിഷ്യന്റ് ദാൻ ഓട്ടോ ആൻഡ് ഡീസൽ. നേരെ തിരിച്ചു അല്ലേ പറഞ്ഞിട്ടുള്ളത്. ഏതാണ് ആൻസർ ചെയ്യാം? ഡീസൽ സൈക്കിൾ ഈസ് മോർ എഫിഷ്യന്റ് ദാൻ ഓട്ടോ സൈക്കിൾ. ഓട്ടോ സൈക്കിളിനേക്കാളും ഡീസൽ സൈക്കിൾ ആയിരിക്കും മോർ എഫിഷ്യന്റ്. കണ്ടീഷൻ ഉണ്ട് മോർ എഫിഷ്യന്റ് എന്താണ്? ഫോർ മാക്സിമം പ്രഷർ ആൻഡ് ഹീറ്റ് സപ്ലൈഡ്. മാക്സിമം ഹീറ്റ് സപ്ലൈ ചെയ്ത് മാക്സിമം പ്രഷറിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഡീസൽ സൈക്കിള് ഓട്ടോ സൈക്കിളിനേക്കാളും കൂടുതൽ എഫിഷ്യന്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യന്, ദ ഫയറിംഗ് ഓർഡർ ഇൻ കേസ് ഓഫ് 6 cylinder ഇൻലൈൻ എഞ്ചിൻ ഈസ് യൂഷ്വലി. ദ ഫയറിംഗ് ഓർഡർ ഇൻ കേസ് ഓഫ് 6 cylinder എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലെ, കുറെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഒന്നെങ്കിൽ 6 cylinder ചോദിക്കും, അല്ലെങ്കിൽ എന്ത് ചോദിക്കും? 4 cylinder ചോദിക്കും. 3 ഒന്നും സാധാരണ ചോദിക്കാറില്ല. ഒന്നെങ്കിൽ 6 cylinder അല്ലെങ്കിൽ 4 cylinder. 4 cylinderന്റെ ഫയറിംഗ് ഓർഡർ അല്ലെങ്കിൽ 6 cylinderന്റെ ഫയറിംഗ് ഓർഡർ ഇൻലൈൻ എഞ്ചിൻസിന്റെ എന്താണ്? ഓപ്ഷൻ ഒന്ന് 163524 പറയുന്നുണ്ട്, 135246 പറയുന്നുണ്ട്, 145632 പറയുന്നുണ്ട്, 153624 പറയുന്നുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ പഠിച്ചിട്ടുള്ള സംഭവം ഇതായിരിക്കും, ഓപ്ഷൻ ഡി ആയിരിക്കും, 153624. അറിയാലോ 153624. അപ്പൊ സോ അടുത്ത് നമുക്ക് എന്താ പറയേണ്ടത്? ഏതാണ്? ഒരു 4 സിലിണ്ടറിന്റെ ഫയറിംഗ് ഓർഡർ. 4 സിലിണ്ടറിന്റെ ഫയറിംഗ് ഓർഡർ അറിയുന്ന ആൾക്കാർ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യാം. 4 സിലിണ്ടർ ഫയറിംഗ് ഓർഡർ കേട്ടോ, കമന്റ് ചെയ്യണം. ജസ്റ്റ് താഴെ കമന്റ് ചെയ്യണേ. കാരണം 4 സിലിണ്ടർ ഫയറിംഗ് ഓർഡറിൽ ചില നമ്മളെ 2 രീതിയിൽ ഫയറിംഗ് ഓർഡർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പല സ്ഥലങ്ങളിലുമായിട്ട്. സോ PSCയിലൊക്കെ ഒരു കറക്റ്റ് ആയിട്ട് ആൻസർ ഉണ്ട്. അറിയുന്ന ആളുകൾ താഴെ കമന്റ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 4-stroke cycle diesel engine, the inlet valve opens. In a 4-stroke cycle diesel engine, the inlet valve opens 10 to 20 before TDC, 10 to 20 after TDC, 39 to 50 before TDC, 39 to 50 after TDC. എന്താണ് പറഞ്ഞത്? ഒരു 4-stroke diesel എഞ്ചിനിൽ ഇൻലെറ്റ് വാൾവ് ഓപ്പൺ ചെയ്യുന്നത്, ഇൻലെറ്റ് വാൾവ് ഓപ്പൺസ്. ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2 കാര്യങ്ങൾ അറിയണം. എന്താണ്? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് തിയററ്റിക്കൽ വാൾവ് ടൈമിംഗ് ഡയഗ്രാം നമുക്ക് അറിയണം. തിയററ്റിക്കൽ വാൾവ് ടൈമിംഗ് ഡയഗ്രാം അല്ലെ, വാൾവ് ടൈമിംഗ് ഡയഗ്രാം ഞാൻ ഇതിലുള്ള തിയററ്റിക്കൽ വാൾവ് ടൈമിംഗ് അറിയണം.
അത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ കൂടെ തന്നെ അറിയേണ്ട ഒരു സാധനമാണ് ആക്ച്വൽ വാൾവ് ടൈമിംഗ്. ആക്ച്വൽ വാൾവ് ടൈമിംഗ് ഡയഗ്രാം. ആക്ച്വൽ വാൾവ് ടൈമിംഗ് ഡയഗ്രാം പറയണം. എന്താണ് തിയററ്റിക്കൽ വാൾവ് ടൈമിംഗ് ഡയഗ്രാം, എന്താണ് ആക്ച്വൽ വാൾവ് ടൈമിംഗ് ഡയഗ്രാം? നമ്മൾ തിയററ്റിക്കൽ പറയുന്ന സമയത്ത് പറയുന്നു ഇവിടെ TDC ഉണ്ട്, ഇവിടെ BDC ഉണ്ട്. TDC BDC ഉണ്ട്. ഇൻലെറ്റ് വാൾവ് TDCയിൽ നിന്ന് ഓപ്പൺ ആവുന്നു, ഇവിടെ എത്തുമ്പോൾ ഇൻലെറ്റ് വാൾവ് ക്ലോസ് ആവുന്നു അല്ലെ? അങ്ങനെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇൻലെറ്റ് വാൾവിന്റെ കേസിൽ. എക്സോസ്റ്റ് വാൾവ് ആണെങ്കിൽ BDCയിൽ എത്തുന്ന സമയത്ത് ഓപ്പൺ ആവുന്നു, TDCയിൽ എത്തുന്ന സമയത്ത് ക്ലോസ് ആവുന്നു. ഇതാണ് നമ്മുടെ തിയററ്റിക്കൽ ആവുമ്പോൾ. ആക്ച്വലിന്റെ കേസിലാവുന്ന സമയത്ത് മാറി. ആക്ച്വലിന്റെ കേസിൽ TDC ഇവിടെ ഉണ്ട്, BDC ഇവിടെ ഉണ്ട് അല്ലെ? ഇൻലെറ്റ് വാൾവ് TDC എത്തുന്നതിന് മുന്നേ എന്ത് ചെയ്യുന്നു? ഓപ്പൺ ആവുന്നു. ഇൻലെറ്റ് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്? ക്ലോസ് ആവുന്നത്. ഇവിടെ ഇൻലെറ്റ് വാൾവ് ഓപ്പൺസ്, ഇവിടെ ഇൻലെറ്റ് വാൾവ് ക്ലോസസ്. എക്സോസ്റ്റ് വാൾവിന്റെ കേസ് എടുക്കുന്ന സമയത്തോ? എക്സോസ്റ്റ് വാൾവിന്റെ കേസ് എടുക്കുന്ന സമയത്ത് മാറി. എക്സോസ്റ്റ് വാൾവ് ഓപ്പൺ ആവുന്ന എവിടെയാണ്? TDCയിൽ, BDCയിലല്ല. എക്സോസ്റ്റ് വാൾവ് തുറന്നു കഴിഞ്ഞ്, അതായത് എക്സോസ്റ്റ് വാൾവ് ഓപ്പൺ ആകുന്നത് BDCയുടെ മുന്നേ ഓപ്പൺ ആകുന്നു. എക്സോസ്റ്റ് വാൾവ് ഓപ്പൺ ആവുന്നത് TDC കഴിഞ്ഞിട്ടാണ് എക്സോസ്റ്റ് വാൾവ് ക്ലോസ് ആവുന്നത് അല്ലെ? ഇതാണ് ആക്ച്വൽ വാൾവ് ടൈമിംഗ് ഡയഗ്രാം എന്ന് പറയുന്നത്. നമ്മളൊരു ലൈനൊക്കെ വരച്ചിട്ടാണ് നമ്മളത് വരച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? വാൾവ് ടൈമിംഗ് നമ്മുടെ ഷോർട്ടായിട്ട് ജസ്റ്റ് ഒന്ന് വരച്ചു എന്നേ ഉള്ളൂ. അപ്പൊ എന്താ ചോദിച്ചിട്ടുള്ളത്? ഇൻലെറ്റ് വാൾവ് ഇൻ ഡീസൽ എഞ്ചിൻസ് എന്തായിരിക്കും? TDCക്ക് മുന്നേ ഓപ്പൺ ആകണം. ഇവിടെ TDCക്ക് മുന്നേ ഉണ്ടോ? 39 to 50 ഉണ്ട്, 10 to 20 ഉണ്ട്. ആൻസർ വരിക ഓപ്ഷൻ എ ആയിരിക്കും. 10 മുതൽ 20 ഡിഗ്രി വരെ ബിഫോർ TDCക്ക് എന്ത് ചെയ്യുന്നു? ഇൻലെറ്റ് വാൾവ് ഓപ്പൺ ആവുന്നു. ആണ് ഒരു. അപ്പൊ നമ്മൾ ആക്ച്വൽ വാൾവ് ടൈമിംഗ് ഡയഗ്രാം, അതേപോലെ തിയററ്റിക്കൽ. ഈ വാല്യൂസ് ചെറിയ രീതിയിലൊക്കെ ഓരോ വാഹനങ്ങൾക്ക് മാറും. 5 ഡിഗ്രിയും 10 ഡിഗ്രി ഒക്കെ വരുന്നുണ്ട്. അറൗണ്ട് 30 to 40 ഡിഗ്രി 50 ഡിഗ്രി ഒക്കെയാണ് ഇൻലെറ്റ് വാൾവ് ആഫ്റ്റർ BDC ക്ലോസ് ആകുക. അപ്പൊ ആ ഒരു കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എ 4-stroke പെട്രോൾ എഞ്ചിൻ തിയററ്റിക്കലി വർക്ക്സ് ഓൺ. ഒരു 4-stroke പെട്രോൾ എഞ്ചിൻ തിയററ്റിക്കലി വർക്ക് ചെയ്യുന്നത് ഏത് സൈക്കിളിനെ ബേസ് ചെയ്തിട്ടാണ്? ഡീസൽ സൈക്കിൾ, സ്റ്റെർലിംഗ് സൈക്കിൾ, ഓട്ടോ സൈക്കിൾ, ജൂൾ സൈക്കിൾ. ഏത് സൈക്കിളിനെ ബേസ് ചെയ്തിട്ടാണ്? ഓട്ടോ സൈക്കിളിനെ ബേസ് ചെയ്തിട്ടാണ് അല്ലെ? ഒരു 4-stroke എഞ്ചിന്, പെട്രോൾ എഞ്ചിൻ വർക്ക് ചെയ്യുന്നത്, ഒരു 4-stroke പെട്രോൾ എഞ്ചിൻ വർക്ക് ചെയ്യുന്നത് ഓട്ടോ സൈക്കിളിനെ ബേസ് ചെയ്തിട്ടാണ്. ഒരു ഡീസൽ എഞ്ചിൻ വർക്ക് ചെയ്യുന്നത് ഏതിനെ ബേസ് ചെയ്തിട്ടാണ്? ഒരു ഡീസൽ എഞ്ചിൻ വർക്ക് ചെയ്യുന്നത് ഒരു ഡീസൽ സൈക്കിളിനെ ബേസ് ചെയ്തിട്ടാണ്. ഇനി ഓട്ടോ സൈക്കിളുമായി ബന്ധപ്പെട്ട് നമുക്ക് അടുത്ത് പഠിക്കേണ്ട എന്താ? ഓട്ടോ സൈക്കിളിൽ എന്തൊക്കെയോ പ്രോസസ്സുകൾ ഉണ്ട് അല്ലെ? 2 പ്രോസസ്സുകൾ ഉണ്ട് ഓട്ടോ സൈക്കിളിൽ. 2 പ്രോസസ്സുകൾ തമ്മിൽ ഏതൊക്കെയാണ് പ്രോസസ്സുകൾ? കോൺസ്റ്റന്റ് വോളിയം പ്രഷർ ആണോ, കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ് ആണോ, അതേപോലെ അഡിയാബാറ്റിക് പ്രോസസ് ആണോ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. ഡീസൽ സൈക്കിൾ എങ്ങനെ വരുന്നത്, ഡുവൽ എങ്ങനെ വരുന്നതില്ല. അത് ഓട്ടോ സൈക്കിളും ഡീസൽ സൈക്കിളും നമ്മൾ PV ഡയഗ്രാമും TS ഡയഗ്രാമും വരച്ചിട്ട് തന്നെ പഠിക്കണം. PV ഡയഗ്രാം പഠിക്കണം, നമ്മൾ TS ഡയഗ്രാം പഠിക്കണം. കുറച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് അത് പഠിക്കുന്നതാണ്, കുറച്ച് അഡ്വാൻസ് കാര്യങ്ങളാണ്. അത്രയും പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഓട്ടോ സൈക്കിളുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പിന്നെ എന്ത് ചെയ്യില്ല? മിസ്സാവില്ല. സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓട്ടോ സൈക്കിളാണ് വരുന്നത്. പെട്രോൾ എഞ്ചിൻ ഓട്ടോ സൈക്കിളാണ് ആൻസർ വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ദ കംപ്രഷൻ റേഷ്യോ ഓഫ് ഡീസൽ എഞ്ചിൻ വേരീസ് ഫ്രം. ദ കംപ്രഷൻ റേഷ്യോ ഓഫ് ഡീസൽ എഞ്ചിൻ വേരീസ് ഫ്രം. ഡീസൽ എഞ്ചിന്റെ കംപ്രഷൻ റേഷ്യോ 3 to 6, 20 to 30, 5 to 8, 15 to 20. ഡീസൽ എഞ്ചിന്റെ കംപ്രഷൻ റേഷ്യോ അല്ലെ? ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ ഡി ആണ് വരിക, 15 to 20. കംപ്രഷൻ റേഷ്യോ ഓഫ് ഡീസൽ എഞ്ചിൻസ് വേരീസ് ഫ്രം അറൌണ്ട് 15 to 20 ആയിരിക്കും അതിന്റെ കംപ്രഷൻ റേഷ്യോ എന്ന് പറയുന്നത്. ഇപ്പൊ ഡീസൽ എഞ്ചിന്റെ കംപ്രഷൻ റേഷ്യോ, പെട്രോൾ എഞ്ചിന്റെ കംപ്രഷൻ റേഷ്യോ എന്താണെന്നും നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ കൂടെ തന്നെ പഠിച്ചിരിക്കണം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ഈസ് ദ piston speed of an engine when it runs at n rpm and its length of stroke is L. ഒരു പിസ്റ്റന്റെ സ്പീഡ് ഓഫ് ആൻ എഞ്ചിൻ വിച്ച് റൺസ് ഇറ്റ് n rpm ഓടുന്ന L സ്ട്രോക്ക് ലെങ്ത് ഉള്ള ഒരു എഞ്ചിന്റെ സ്പീഡ്, പിസ്റ്റന്റെ സ്പീഡാണ് നോക്കാൻ പറഞ്ഞത്. 0.5 LN, LN, 2 LN, 4 LN. എന്താണ് ഓപ്ഷൻ വരിക? ആൻസർ വരിക 2 LN ആയിരിക്കും ആൻസർ വരിക. Then നെക്സ്റ്റ് ക്വസ്റ്റ്യന്, സ്ട്രോക്ക് ലെങ്ത് ഓഫ് ആൻ IC എഞ്ചിൻ ഈക്വൽസ്. ഒരു IC എഞ്ചിന്റെ സ്ട്രോക്ക് ലെങ്ത് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? ഓപ്ഷൻ എ ഹാഫ് ഓഫ് ദി ക്രാങ്ക് റേഡിയസ്, ഓപ്ഷൻ ബി ദ ക്രാങ്ക് റേഡിയസ്, ഓപ്ഷൻ സി ട്വൈസ് ദ ക്രാങ്ക് റേഡിയസ്, ഓപ്ഷൻ ഡി 4 times ഓഫ് ദി ക്രാങ്ക് റേഡിയസ്. ഏതാണ് വരിക? ഒരു സ്ട്രോക്ക് ലെങ്ത് ഓഫ് IC എഞ്ചിന് നമുക്ക് സ്ട്രോക്ക് ലെങ്ത്തും അതോടൊപ്പം തന്നെ ക്രാങ്ക് റേഡിയസും തമ്മിൽ റിലേഷൻ ഉണ്ട് അല്ലെ? സ്ട്രോക്ക് ലെങ്ത് എന്ന് പറയുന്നത് ക്രാങ്ക് റേഡിയസിന്റെ ഇരട്ടി അല്ലെ? സ്ട്രോക്ക് ലെങ്ത് 2R ഈക്വൽ ആയിരിക്കും അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ട്വൈസ് ഓഫ് ദി ക്രാങ്ക് റേഡിയസ്. നമുക്ക് ജസ്റ്റ് ആ കൺസെപ്റ്റ് മനസ്സിലായി കഴിഞ്ഞാൽ തന്നെ അത് നമുക്ക് അറിയാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ദ ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് 1 cylinder ഓഫ് ആൻ എഞ്ചിൻ മൾട്ടിപ്ലൈഡ് ബൈ ഇറ്റ്സ് സ്ട്രോക്ക് ലെങ്ത് ഈസ് കോൾഡ്. എഞ്ചിൻ കപ്പാസിറ്റി
ക്ലിയറൻസ് വോളിയം, കമ്പസ്റ്റൻ വോളിയം, സെപ്റ്റ് വോളിയം. ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് വൺ സിലിണ്ടർ ഓഫ് ആൻ എഞ്ചിൻ മൾട്ടിപ്ലൈഡ് ബൈ ഇറ്റ് സ്ട്രോക്ക് ലെങ്ത് ഈസ് കാൾഡ് എന്താണ് വരിക? ഓപ്ഷൻ ഡി, സെപ്റ്റ് വോളിയം ആണ് അല്ലേ. ഇവിടെ 1 സിലിണ്ടർ പറഞ്ഞതുകൊണ്ട് സെപ്റ്റ് വോളിയായി. അത് 3-4 സിലിണ്ടർ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യും? ആൻസർ മാറും. ഓക്കെ അല്ലേ? അപ്പോൾ ഡി, സെപ്റ്റ് വോളിയം ആയിരിക്കും അതിന്റെ കറക്റ്റ് ആൻസർ. അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തത് കഴിഞ്ഞ തവണ നടന്നിട്ടുള്ള MMV എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമ്മൾ എഞ്ചിൻ ഭാഗത്തു നിന്നുള്ളതും ഇലക്ട്രിക്കൽ ഭാഗത്തു നിന്നുള്ളതും സേഫ്റ്റി ഭാഗത്തു നിന്നുള്ളതൊക്കെ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഈ 2 ക്ലാസ്സിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇതിന്റെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.